മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ആടുജീവിതത്തിലെ നജീബിന്റെ കഥ നമുക്കിന്ന് സുപരിചിതമാണ്. അങ്ങനെ പുറം ലോകം അറിയാതെ പോയ നിരവധി മനുഷ്യന്മാരുണ്ട് നമുക്ക് ചുറ്റും. അത്തരത്തിൽ പുറം നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന വ്യക്തിയാണ് ഷിബു. 11 വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് നജീബിന്റെ അവസ്ഥ ആകുമായിരുന്ന ഈ മനുഷ്യനെ രക്ഷിച്ചത് മലനാട് TV സൗദി ബ്യൂറോ ചീഫ് ഷംനാദ് കരുനാഗപ്പള്ളിയും നൂറുദ്ദീൻ കൊട്ടിയവും ചേർന്നായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി ഷിബു ഖാൻ ബത്തയിൽ നിന്നും കാണാതായിരിക്കുകയാണ്. ഇന്ന് രാവിലെ പത്രത്തിൽ വന്ന വാർത്തയിൽ കൂടി അദ്ദേഹത്തെ കണ്ടുപിടിക്കാനുള്ള സാഹചര്യമായി മലനാട് ടീമുമായി ബന്ധപ്പെട്ടത് കൊല്ലം ജില്ലയുടെ ജീവകാരുണ്യ പ്രവർത്തനമായ നൂറുദ്ദീൻ കൊട്ടിയമാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഇദ്ദേഹത്തെ കണ്ടെത്താൻ സഹായിച്ചതെന്ന് നമുക്ക് ചോദിച്ചറിയാം. പത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനമായിട്ട് സഹായം എന്നുള്ള വ്യക്തി രാവിലെ ഷാജിയെ കോൺടാക്ട് ചെയ്യുകയായിരുന്നു, കുട്ടിയും പ്രവാസി കൂട്ടായ്മയുടെ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആ സ്ഥലത്തെത്തുകയും സ്ഥലത്തെത്തിയപ്പോൾ ഷാഫി എന്നുള്ളൊരു വ്യക്തി അവിടെ വന്നെത്തിയിട്ടുണ്ട്. 3 ദിവസമായി ബിജു ഖാൻ്റെ ഫോട്ടോയുമായി സാദൃശ്യം തോന്നുന്നതാണ് ഷാജി നമ്മളോട് പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ ഇത് ബിജു ഖാനാണ് തന്നെ നമുക്ക് സ്ഥിരീകരിക്കപ്പെട്ടു. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ റിയായുടെ പ്രവർത്തകനായ നസീറുമായി നമ്മൾ ബന്ധപ്പെട്ടു. ആ പത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ സഹോദരനുമായി ബന്ധപ്പെട്ടപ്പോൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് അവരുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞാൻ മലനാട് TVയുടെ റിപ്പോർട്ടറായ ഷംനാദ് കരുനാഗപ്പള്ളിയെ ബന്ധപ്പെടാനും ഷംനാദ് കരുനാഗപ്പള്ളി അപ്പോൾ തന്നെ ഈ വ്യക്തിയെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളെ കൂടെ ആ സ്പോട്ടിൽ എത്തിപ്പെടുകയും അങ്ങനെയാണ് ഈ വ്യക്തി ഇപ്പോൾ നമ്മളെ മുമ്പിലേക്ക് ഇദ്ദേഹത്തിന് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ബത്തയിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. 4 ദിവസമായിട്ടും ഷിബു ഖാദിനെ കാണാത്തതിനെ തുടർന്ന് കൊല്ലം ജില്ലയിലെ ജീവകാരുണ്യ പ്രവർത്തകനായ നൂറുദ്ദീൻ കൊട്ടിയം മലനാട് TVയെ സമീപിക്കുകയായിരുന്നു. പിന്നീട് മലനാട് TV റിപ്പോർട്ടറായ ഷംനാദ് കരുനാഗപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഷിബു ഖാദിനെ കണ്ടെത്തി. You are watching India's first NGO television, Malanad TV India.